പാലക്കാടിന്റെ നാടക ചരിത്രത്തിന്റെ നേർസാക്ഷ്യമായ അരങ്ങ പ്രകാശനം ചെയ്തു. കഥാകൃത്ത് വൈശാഖൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നാടകങ്ങളുടെ ആസ്വാദന തലത്തിൽ നിരന്തരമായ പരിണാമം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പാലക്കാടിന്റെ നാടക ചരിത്രം അനാവരണം ചെയ്യേണ്ടത് വരും തലമുറയുടെ നാടക പഠനത്തിന് അനിവാര്യമാണെന്ന് കഥാകൃത്ത് വൈശാഖൻ പറഞ്ഞു. പത്രപ്രവർത്തകനും ടാപ്പ് നാടകവേദിയുടെ സെക്രട്ടറിയുമായ MS ദാസ് മാട്ടുമന്ത രചിച്ച അരങ്ങ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ഒരു സഹാധ്യാപകനായിരുന്ന ശ്രീ ഗോപിനാഥ്, അദ്ദേഹം മരുതറോടുകാരനാണ്. അദ്ദേഹം എന്നോട് ചോദിക്കണ്ടായി, നിങ്ങളുടെ മുഖം നല്ല പരിചയമുണ്ടല്ലോ. നമ്മളിപ്പോൾ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ. അപ്പോൾ പിന്നെ അതല്ല, അല്ലാതെ നിങ്ങളെ മുഖം നല്ല പരിചയം തോന്നുന്നുണ്ട്. വേറെ വല്ല പത്രത്തിലോ എവിടെയെങ്കിലും ഫോട്ടോ വല്ല വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് 1962 മനോരമ വീക്കിലിയിൽ കാട്ടാറും കിളപ്പാട്ടും എന്ന് പറയുന്ന ഒരു തുടർക്കഥ വന്നിട്ടുണ്ട്. അതില് മനോരമയുടെ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫറായിരുന്ന ഒരു കുര്യച്ചൻ ഉണ്ടായിരുന്നു. യങ് ഇന്ത്യ സ്റ്റുഡിയോ ഉടമയായിരുന്നു അദ്ദേഹം, യങ് ഇന്ത്യ കോട്ടയത്ത്. അദ്ദേഹം മുണ്ടക്കയത്ത് വരികയും ഈ കഥയിലേക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ എന്നെയും പിടിച്ചു. അന്ന് മുണ്ടക്കയത്തും പരിസരങ്ങളിലൊക്കെ അത്യാവശ്യം നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. ആദ്യത്തെ ദിവസം എന്നെ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാനന്ന് അവിടെ നാട്ടിലൊരു പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പിന്നീട് രണ്ടാമത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആ കഥയിലെ പ്രധാന കഥാപാത്രം എന്നിൽ നിന്നും ചാടിപ്പോയി. അതിൻ്റെ അടുത്ത നായകവേഷം രണ്ടാമത്തെ തവണ വന്നപ്പോൾ എന്നെ പിടിച്ചു. അങ്ങനെ അതിൽ 2-3 സീനുകളിൽ ഫോട്ടോ എടുത്ത്, ഇപ്പോഴൊക്കെ കാർട്ടൂണുകളൊക്കെ ആണല്ലോ വരുന്നത്. അന്ന് കഥാപാത്രങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതായി ഫോട്ടോ എടുക്കുക, അതായിരുന്നു പതിവ്. ജൈവമായ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ നാടകം കാണാൻ വരുന്നവരുടെ മനസ്സിൽ അർപ്പണബോധം പുതിയ കാലത്ത് എടുത്തു പറയേണ്ട വസ്തുതയാണെന്നും നാടകം യാഥാർത്ഥ്യമായതുകൊണ്ട് നാടക പ്രവർത്തകർക്ക് സ്വപ്നജീവികളാകാൻ കഴിയില്ലെന്നും വൈശാഖൻ പറഞ്ഞു. ടാപ്പിന്റെ സ്ഥാപക പ്രസിഡന്റും നാടകകൃത്തുമായ കാളിദാസ് പുതുമന പുസ്തകം ഏറ്റുവാങ്ങി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ടാപ്പ് നാടകവേദി പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറിയും പുസ്തകത്തിന്റെ രചയിതാവുമായ MS ദാസ് മാട്ടുമന്ത, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN മോഹനൻ, ടാപ്പ് സ്ഥാപക ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ മുണ്ടക്കയം, നാടക സംവിധായകരായ പുത്തൂർ രവി, കണ്ണൻ പാലക്കാട്, KA നന്ദജൻ, രവി തൈക്കാട്, ബേബി ഗിരിജ, RK മണിശങ്കർ, രാധാകൃഷ്ണൻ പള്ളത്ത, ടാപ്പിലെ ആദ്യകാല അഭിനേതാക്കളായ MN രാമചന്ദ്രൻ, സൈനവ എന്നിവർ സംസാരിച്ചു. ഞാൻ പ്രഭാകുടുവായ എൻ്റെ കൂടെ ക്യാമറമാനായിട്ടുണ്ടായിരുന്നു. മുണ്ടെടുത്തിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന ഒരാളുടെ സീനാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ എല്ലാവരും ഉണ്ട്. അവിടെ ഒരൊറ്റ ആളും എല്ലാവരും പാൻ്റാണ്. അപ്പോൾ അല്ല മറ്റേ ആരും നിൽക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മുണ്ട് ഊരി തരാം, നിങ്ങൾ വല്ല തോർത്തല്ലേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാമെന്നാണ്. അപ്പം എനിക്ക് നല്ല അവസരം നിൽക്കൂ, എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ റിപ്പോർട്ടറല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റില്ല, താല്പര്യമില്ല. എന്തായാലും നിങ്ങൾ ഞാൻ സമ്മതിച്ചേയില്ല. അത് അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് നിൽക്കണം. ഞാൻ നിങ്ങൾ മുണ്ടെടുത്തോളൂ, നിങ്ങൾ എനിക്ക് തോർത്തുമുണ്ടെന്നാണ്. ഞാൻ 2-3 മണിക്കൂർ എനിക്കൊരു പ്രശ്നമല്ല, മുണ്ടില്ലാത്തതുകൊണ്ടില്ല. കാരണം വെച്ചാൽ എറണാകുളത്ത് ഏറ്റവും ഉള്ളിലുള്ളൊരു തുരുത്തിലാണ് ഷൂട്ട് കിടക്കുന്നത്. അവിടെ പോയി മുണ്ട് വാങ്ങിച്ചിട്ട് ബോട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും സമയം ഒരുപാട് പോകും. അപ്പോഴാണ് പിന്നെ മമ്മൂട്ടി എന്നെ കാണുന്നത്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ദാസ് നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല എന്നാണ്. അപ്പം നേരെ അത് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തിയത് അത് മറ്റേ മമ്മൂട്ടിയുടെ അത് മുണ്ടെടുത്ത് അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞ മാഷിൻ്റെ മോനാണ്, ശ്യാംദത്താണ്. ഏറ്റവും വലിയ ഛായാഗ്രാഹകൻ ശ്യാംദത്ത്. ഞാൻ പറഞ്ഞു, ശ്യാംദത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദശ കൊണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, പ്ലീസ് നിങ്ങൾ ആരും നിൽക്കൂ, പരാതി കൊടുക്കുന്ന സീനില്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി.